എല്ലാവർക്കും SR വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ണൂരിൻ്റെ സ്പെഷ്യൽ സ്നാക്കായ കൽമാസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാനിവിടെ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സോൾട്ട് എന്നിവ നന്നായി പിടിപ്പിച്ച് ചെമ്മീൻ ഒരു ഫ്രൈങ് പാനിലിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിലേക്ക് 2 വലിയ സവാള നന്നായി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് നല്ലൊരു ടേസ്റ്റ് നൽകാൻ നല്ലതാണ്. അതുകൊണ്ട് ഒരു പിടി കറിവേപ്പില നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫില്ലിങ്ങിനായിട്ട് റെഡിയാക്കുന്ന മസാലയാണ്. ഒരുപാട് അത് വഴണ്ട് അതിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല. സവാള കളർ മാറി വരുമ്പോഴേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട്, നേരത്തെ നമ്മൾ പ്രോൺസിന് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കണക്കായിട്ട് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സോൾട്ട് മാത്രമേ ഇടാവുള്ളൂ, നോക്കിയിട്ട് ഇടുക. അതിനുശേഷം 1 സ്പൂണ് ഗരം മസാല ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗരം മസാല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോൺസ് മസാല ഉണ്ടാവുമല്ലോ, ഫിഷ് മസാല, അതോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി നമുക്ക് അടച്ചു വയ്ക്കാം. ഒരുപാട് വഴണ്ട് വരണമെന്നൊന്നുമില്ല, ഈ ഒരു പരുവത്തിലായാൽ മതി. ഉള്ളിലുള്ള ഫില്ലിങ്ങിനാണ്. അപ്പോൾ തന്നെ നമുക്കൊന്ന് കുറച്ച് സമയത്തേക്ക് അടച്ചു വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായി 2 കപ്പ് അരിപ്പൊടി, അതായത് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പുട്ടുപൊടി എടുത്തു കഴിഞ്ഞാൽ അതിൽ തരിതരിപ്പുള്ളത് കൊണ്ട് അത് നന്നായി വരില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് 1 കപ്പ് തേങ്ങ, 1 വലിയ ടേബിൾ സ്പൂൺ നമ്മുടെ ഫെന്നൽ സീഡ്, പിന്നെ 3 ഷാലറ്റ്, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചുവന്ന ഉള്ളി, അതും കൂടി നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അത് ഈ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഞാനൊരു ചെറിയ ചൂടുവെള്ളമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മാവ് കുഴക്കാൻ വേണ്ടി ചെറിയ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് നമ്മൾക്ക് എടുക്കാം. ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ച് നല്ല ബോൾ പരുവത്തിലാക്കി വയ്ക്കണം. അല്ല എങ്കിൽ നമ്മൾക്ക് അത് ഇതിനുള്ളിലുള്ള ഫില്ലിങ് നിറയ്ക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് മാവ് നന്നായി റെഡിയാക്കി എടുക്കണം. ഇതേപോലെ ചപ്പാത്തിക്കൊക്കെ ഉള്ളതുപോലെ നല്ല മാവ് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഓരോ ഉണ്ടകളായി എടുത്ത് അത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ആദ്യം നന്നായി ഉണ്ടയെ ഉരുട്ടി അതിനുശേഷം വേണം ഉള്ളം കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുക്കാൻ. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ ഇതിന് നടുക്ക് വെച്ച് നമുക്ക് അമർത്തി ഉള്ളം കയ്യിലിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോകാത്ത തരത്തിൽ നന്നായി അമർത്തി അതിനെ നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായി ഇതേപോലെ ഉള്ളം കയ്യിൽ 2 കയ്യിലും ഇട്ടിട്ട് നന്നായി ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അതേ സ്റ്റൈലിലാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മുഴുവനും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം.
അപ്പോഴേക്കും നമ്മൾക്ക് സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. സ്റ്റീമർ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾക്കിത് ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. അതായത് ഇത് വെക്കുമ്പോൾ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയല്ല എങ്കിൽ നിങ്ങൾക്ക് ഇല വയ്ക്കാം. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വാഴയില കിട്ടുമല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് പറ്റി പിടിക്കില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കൽമാസ്, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൽമാസ് ഓരോന്നോരോന്നായി എടുത്ത് വയ്ക്കാം. എന്നിട്ട് മുഴുവനും ഇതിലേക്ക് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വേണ്ടുന്ന ഒരു കോട്ടിംഗ് കൂടിയുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ സാൾട്ട്, ഉപ്പ്. അത് ഉപ്പൊന്നും കൂടി പോവാതെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇട്ട് നന്നായി മിക്സാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഈ കൽമാസ്, വേവിച്ച് വെച്ചിരിക്കുന്ന കൽമാസ് ഓരോന്നായി ഇട്ട് നന്നായി പിടിപ്പിച്ചതിന് ശേഷം ഒരു ഫ്രൈയിങ് പാനിലിട്ട് കുറച്ച് എണ്ണ മാത്രം മതിയാവും. നന്നായി മുരിഞ്ഞ് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാം. അത് നല്ലൊരു സ്മെല്ലുണ്ടാക്കാൻ നല്ലതാണ്. അത് കുറച്ച് ഇതേപോലെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് വയ്ക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചെറുതായിട്ട് ഈ മുളകിൻ്റെ ഒരു കുത്തൽ, ഒരു മസാല സ്മെല്ല് ഇല്ലാതെ ആയാലും മാത്രം മതി. അതിൻ്റെ ഒരു പച്ചമണം ഇല്ലാതായാലും മാത്രം മതി. ഞാനിവിടെ കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആക്കണ്ട, അത്ര പോലും ആവണമെന്നില്ല. ഒന്ന് ജസ്റ്റ് വെച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് സ്പൂൺ വെച്ച് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. കണ്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in next video.